കൊച്ചിയിൽ നിന്ന് ദുബായിൽ 1 ഡേ സ്റ്റേ ചെയ്ത് ജർമ്മനിയിലെ ഹാംബുർഗിലെത്തി അവിടുത്തെ സബ്വേയിൽ കയറി സിറ്റിയുടെ കാഴ്ചകളും ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ആളുകളും ഇടയ്ക്കൊരു ബർഗറും കഴിച്ച് അവിടുത്തെ ഫേമസ് ആയ ഗാർഡനിലൂടെ ഒരു യാത്ര പോയാലോ? ഞാൻ JD. ഈ ജർമ്മനി വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്നും ജർമ്മനിക്ക് 2 വർഷത്തിന് ശേഷം പോകുന്നത്. അതും ഒരു ദിവസം ദുബായിൽ സ്റ്റേ ഉണ്ട്. എന്തായാലും എയർ ഹോസ്റ്റസിനോട് ചോദിച്ച് വലതുകാല് വെച്ച് കയറിയിട്ടുണ്ട്. ഇനി സീറ്റ് തപ്പി കുറച്ച് നേരം നടക്കാം. അങ്ങനെ ദുബായിൽ ഒരു ദിവസം സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറിയിട്ടുണ്ട്. ദുബായിലെ വേറൊരു സെപ്പറേറ്റ് വ്ളോഗ് തന്നെ ഉണ്ട്. അത് ഞാൻ പിന്നീട് എന്തായാലും ഇടുന്നതായിരിക്കും. ഈ താഴെ കാണുന്നതാണ് പാം ജുമേറ. അങ്ങനെ 7 hours ഫ്ലൈറ്റിന് ശേഷം ഞാനിപ്പോൾ ജർമ്മനിയിലെ ഹാംബുർഗിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ ഹാംബുർഗിലാണ് നമ്മൾ വന്ന് ഇറങ്ങി. അപ്പം ഹാംബുർഗിൽ നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് പ്ലാന്റ് ആൻഡ് ബ്ലൂമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സ്പ്രിങ് ആയിട്ട് തന്നെ ഭയങ്കര രസമായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാനിത് 2 years മുമ്പ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് എത്രത്തോളം നല്ലതെന്ന്. പക്ഷേ ഇപ്പോൾ എന്തോരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാനാണ് ഞാൻ പോകുന്നത്. ഈ ഒരു നെയ്ബർഹുഡ് തന്നെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഈ പൂവൊക്കെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ നോക്കിക്കേ, ഇതാണിപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെയുള്ള വ്യൂ ആയത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അവിടെ എന്താ വരാൻ പോകുന്നതെന്നുള്ളത്. ഇന്ന് ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ ഹാഫ് എന്ന ആപ്പിലൂടെ ഡെയിലി ടിക്കറ്റിൽ €7 കൊടുത്താൽ നാളെ രാവിലെ വരെ നമുക്ക് ഫുൾ ട്രാവൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ മരത്തിൻ്റെ ആ പൂവൊക്കെ വീഴുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പം നേരെ പോകുന്നത് പ്ലാന്റ് ആൻഡ് ബ്ലൂമിലോട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ബസ്സൊക്കെ കയറിയിട്ടാണ്. അപ്പോൾ ബസ്സൊക്കെ നല്ല രസമുണ്ട്, കാണാൻ നല്ല വൃത്തി നീറ്റ് എല്ലാം നല്ലതാണ്. അത് കറക്റ്റ് ടൈമിങ്ങിന് വരും. കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ബസ് വരികയും ചെയ്യും. അത് ഓരോ സ്റ്റോപ്പിനും ടൈം പറഞ്ഞേക്കുന്ന കറക്റ്റ് സമയത്തെ ചെല്ലത്തുള്ളൂ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇവിടുത്തെ ബസ് സൗകര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങോട്ട് പോകാനും വണ്ടികളും എല്ലാം ഉണ്ട്. ഒരു കാറിൻ്റെ ആവശ്യമൊന്നുമായിട്ട് എനിക്കിവിടെ തോന്നുന്നില്ല. ശരിക്കും കൊള്ളാം. ഇപ്പം പതിയെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം നേരെ ഇവിടെ ഒരു വാൻസ്ബർഗ് മാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അവിടെ നമ്മളിനി അടുത്ത ബസ് കാണും. ആ ബസ് കയറി വേണം നേരെ നമ്മൾ പ്ലാന്റ് ആൻഡ് ബ്ലൂം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട്. ഓക്കെ, വാൻസ്ബർഗ് മാർട്ടിൽ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറാനുള്ളതാണ് യു. അപ്പോൾ യു എന്ന് പറഞ്ഞത് നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയി അവിടുന്ന് വേണം നമ്മൾ മെട്രോ എടുത്ത് പോകും. അപ്പോൾ മെട്രോ എടുക്കാനാണ് പോകുന്നത്. ഇവിടെ ഈ അണ്ടർഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ മേളിൽ ബസ് സ്റ്റേഷനും താഴെയാണ് മെട്രോയും. ഇത് കൊള്ളാം കണ്ടോ. ഇതേ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എത്ര മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരുമെന്ന് മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇത് നമുക്കിതുപോലെ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫൗ എന്ന് പറഞ്ഞാൽ അതായത് HVB. ഇവിടെ V എന്ന് പറഞ്ഞാൽ ഫൗ എന്നാണ്, F എന്നുള്ള രീതിയിലാണ് വായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കയറണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകാനും പറ്റും. അപ്പോൾ ഇതാണ് കറക്റ്റ് മെട്രോ നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം. ഇവിടെ സ്റ്റേഷനകത്ത് തന്നെ നമുക്ക് ഫുള്ള് മാപ്പ് കൊടുത്തിട്ടുണ്ട്, എങ്ങോട്ടൊക്കെ പോകേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാൻ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇവിടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രെയിനിലാണ് കയറാൻ പോകുന്നത്. നമ്മൾ പതിയെ ഇതിലോട്ട് കയറുക. ഞാനിപ്പം ഗാസ്റ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഒരു 10 സ്റ്റോപ്പോടാണ് നമുക്ക് ഫുള്ളി പോകാൻ അവിടെ എത്താനായിട്ട്. അപ്പോൾ മെട്രോ പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 സ്റ്റോപ്പോടെ ഉള്ളൂ ഏകദേശം. അതുകൊണ്ടായ കറക്റ്റ് നമ്മൾ പ്ലാന്റ് ആൻഡ് ബ്ലൂമിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിലെത്തും. അവിടുന്ന് പിന്നെ നമുക്ക് ഏകദേശം നടക്കാനുള്ള ദൂരം ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഗൂഗിൾ മാപ്പൊക്കെ നോക്കുമ്പോൾ കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിനകത്തൂടെ പോയി നോക്കാം. അങ്ങനെ സബ്വേന്ന് സ്റ്റെപ്പ് കയറി വരുമെന്ന് നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു നല്ല രസമുള്ള സിറ്റിയാണ്. നേരെ കാണുന്നതാണ് പ്ലാന്റ് ആൻഡ് ബ്ലൂമൻ. പക്ഷെ അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്രോസ് ചെയ്യണം. അപ്പോൾ ലൈറ്റിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക. അന്നേരം ഞാൻ ശരിക്കും ഈ ബിൽഡിംഗ് എല്ലാം ശ്രദ്ധിച്ചാൽ എന്ത് രസമാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും കാണാനല്ലേ.
അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ക്രോസ് ചെയ്യാനുള്ള ലൈറ്റൊക്കെ ആയി. പതിയെ ക്രോസ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ടവർ ശ്രദ്ധിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ഹൈൻറിക്സ് ഹെർട്സ് ടവർ എന്നാണ് പറയുന്നത്. പിന്നെ സൈഡിൽ ഒരു സ്ലോഗനൊക്കെ ഉണ്ട് ആർമിയുടെ. അതും കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ബൊമ്മയെ കാണുന്നത്. കൊള്ളാം, ആ എൻട്രൻസിൽ തന്നെ എന്ത് രസമാണ് കാണാൻ. അത് കഴിഞ്ഞ് അതിന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ പതിയെ നേരെ നമ്മുടെ പ്ലാന്റ് ആൻഡ് ബ്ലൂമിലോട്ട് കയറിയപ്പം തന്നെ ഓരോ പൂക്കളായിട്ട് കണ്ടു തുടങ്ങി. നല്ല രസമുണ്ട്. ആ കയറി വരുമ്പോൾ കാഴ്ച തന്നെ അടിപൊളിയാണ്. ഞാനിപ്പോൾ പ്ലാന്റ് ആൻഡ് ബ്ലൂമിലെ പാർക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ പാർക്കായിട്ട് തന്നെ നമുക്ക് ഫ്രീ ആണ്, നമുക്ക് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ മരങ്ങളിലും ചില മരങ്ങളൊന്നും ഇല പോലും ഇല്ല, ഫുള്ള് പൂവ്. ഭയങ്കര രസം കാണാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്തൂടെയൊക്കെ നടക്കാനും കുറേ ഭാഗങ്ങളിൽ നമുക്ക് ഇരിക്കാനും അങ്ങനെ കുറേ വലിയൊരു പാർക്ക് തന്നെ ഇത് സത്യം പറഞ്ഞാൽ. കുറേ നടക്കാനുണ്ട് നമുക്ക്. ഇടയ്ക്ക് കുറച്ച് കഫേസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നേച്ചറുമായിട്ട് ഭയങ്കര ഇതായിട്ട് രീതിയിലാണ്. ഇത് ഫുള്ള് ഒരു സിറ്റിയുടെ നടുക്കാണെന്ന് നോക്കണം. അപ്പം തന്നെ ഭയങ്കര രസം സത്യം പറഞ്ഞാൽ കാണാനായിട്ടിത്. ശരിക്കും പൂ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാർക്ക് തന്നെ ഇത്. ഇതിനകത്ത് ഒത്തിരിയും ചെറിയ പൂക്കൾ തൊട്ട് എത്ര വലിയ പൂക്കൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ കണ്ട് ആസ്വദിക്കാം. അതിനോട് ചേർന്നുള്ള ജീവികളെയും എല്ലാം നമുക്കിവിടെ കാണാം. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു സൈഡിലോട്ട് ഞാൻ നടന്നു വന്നേക്കുന്നത്. അയ്യോ, അങ്ങനെ വിശന്നിട്ട് വയ്യ. ഏതായാലും വെയിലൊക്കെ ഒന്ന് താഴട്ടെ, അതുവരെ നമുക്കിതിൽ കഴിക്കാമെന്ന് വിചാരിച്ചാൽ വന്നേക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്, അപ്പം മെക്ഡൊണാൾഡ്സ് കയറാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഇതാ മെക്ഡൊണാൾഡ്സ്. കൊള്ളാം, ഒരു ചെറിയൊരു മെക്ഡൊണാൾഡ്സ് ആണ്. എന്തായാലും ഇവിടെ പോലെ നമുക്ക് മെഷീനെ വന്ന് നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം. ആദ്യം നമുക്ക് മാറ്റേണ്ട ഇവിടുത്തെ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഓർഡർ നൗ. എപ്പോഴും അവരുടെ മെനുവും കാര്യങ്ങളും നോക്കട്ടെ. ഓക്കെ, അപ്പം ബർഗറിൻ്റെ ഒരു ഇതാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് 259 ആണ്. ഓക്കെ, നമ്മുടെ ഓർഡറിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം 251 ആണ് വന്നേക്കുന്നത് ലാസ്റ്റ്. നമ്മുടെ 254 ആണ്. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ മെക്ഡൊണാൾഡ്സിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇരുന്ന് കഴിക്കാനിരിക്കുന്ന ഈ സ്പോട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റായത്. ഓക്കെ, മെക്ഡൊണാൾഡ്സിന് അങ്ങനെ കഴിച്ച് ഇപ്പം പതിയെ തിരിച്ച് അവിടെ തന്നെ പാർക്കിലൂടെ തന്നെ വന്നേക്കുക. അപ്പോൾ പാർക്കിനകത്ത് വന്നുകൊണ്ടിരിക്കുക ഒത്തിരി പൂക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഇവിടെ ഒരു 5:30-6 മണിയൊക്കെ എന്നിട്ടും വെയിലൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ സമ്മർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതിയെ ഒരു 8-9 മണി 8:30 വരെയൊക്കെ എന്തായാലും വെളിച്ചമൊക്കെ കാണും. ഇപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 2 മണിയുടെ ഫീലാണ് ഇവിടുത്തെ ഘട്ടം. 6 മണിയൊക്കെ 5:30-6 മണിയൊക്കെ ആയിട്ട് തന്നെ ഇതിനകത്തൂടെയൊക്കെ നടന്നു പോകാൻ നല്ല രസമാണ്. ഒത്തിരി കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എന്തോ ഹോളിഡേ എന്തോ അപ്പോൾ അതിന് ഇത്ര ആൾക്കാർ ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരൊന്നും ഇവിടെ കാണത്തൊന്നുമില്ല. ഞാൻ 2 ഇയേഴ്സ് ബിഫോർ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ. അന്നൊന്നും ഇത്രയൊന്നും ആളൊന്നുമില്ല, ഭയങ്കര ആളില്ലാതെ ഞാനൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് നടന്നു പോയത്. ഇപ്പോൾ അത് പോയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്ന്. എന്തായാലും കൊള്ളാം, ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി പേരെ കാണാനും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടുന്നുമുണ്ട്. ഇത് ശരിക്കും വലിയൊരു പാർക്ക് തന്നെ. എനിക്ക് തോന്നില്ല ഇത് മൊത്തം ഇന്ന് എനിക്ക് കണ്ടു തീർക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഞാനൊരു ഇത് കണ്ടോ, ഇതെന്തോ അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്തോ സൈസ്, ഇത് മുള്ളൊക്കെ ഉണ്ട്. എന്തോ ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രേ ചെയ്യുന്ന ടൈപ്പ് എന്തോ ഒരു പ്ലാന്റ്, എന്തോ ട്രാപ്പ് ഉള്ളതുകൊണ്ട് കണ്ടോ. ഈ ഇലയുടെയൊക്കെ ഇടയ്ക്ക് തന്നെ ട്രാപ്പായിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കണ്ടോ. ഇത് എന്തിനോ ക്യാച്ച് ചെയ്യുന്ന ടൈപ്പുള്ള എന്തോ ഒരു പ്ലാന്റ്, എനിക്ക് മനസ്സിലാകുന്നില്ല കണ്ടിട്ട്. പക്ഷേ കാണാൻ കൊള്ളാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ തരം പ്ലാന്റ്സും കുറേ തരം ഫ്ലവേഴ്സും എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഇതൊക്കെ. പക്ഷെ അതൊക്കെ നല്ല രീതിയിലാണ്, ഓരോന്നിനും കളർ മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ പക്ഷേ എന്തുണ്ടോ ഇവിടെ വൈറ്റ്, അതിനിടയ്ക്കൊരു ഓറഞ്ച്, പിന്നെയും വൈറ്റ്. ആ ഓറഞ്ചിൻ്റെ നടുക്കത്തെ ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോൾ സത്യം ഭയങ്കര രസമുണ്ട് ഈ ഒരു സൈഡൊക്കെ കാണാനായിട്ട്. അത് ആ ബിൽഡിങ്ങിന് ചേരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പം വെയിലായതുകൊണ്ടാണ് മിക്കതും ഒരു വല്ലാത്ത രീതിയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര രസം ഇത് കാണാൻ. ഓക്കെ, അങ്ങനെ ഞാൻ നടന്നിപ്പോൾ വന്നേക്കുന്നത് ഒരു വെള്ളത്തിൻ്റെ സൈഡാണ്. ഭയങ്കര പീസായിട്ട് ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് ബുക്സൊക്കെ വായിക്കാനും കപ്പിൾ സൈഡെന്ന് വേണം പറയാം. കാരണം എല്ലാവരും ഇവിടെ കപ്പിൾ സൈഡ് വന്നിരുന്ന് എല്ലാവരും ഈ ഒരു വ്യൂ ആണ്. നല്ല രസമുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പീസ്ഫുള്ളൊരു സ്ഥലം കണ്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേന് ചെറിയൊരു തടാകം പോലെയൊക്കെ കണ്ട്. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടെ ഇനി ഈ ഒരു
ഇതിനോട് തീരത്തോട് ചേർന്ന് തന്നെ കണ്ട പൂവൊക്കെ കണ്ടോ, ഈ പൂവും അവിടെ ഒരു പാലം എല്ലാമായിട്ട് ആ ഒരു സെറ്റ് വ്യൂ ആണ്. അപ്പോൾ നമുക്കിനി പതിയെ ഇവിടോട്ട് ഇറങ്ങാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, ഇതിലേ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റും. ഞാൻ പതിയെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ എന്തായാലും അങ്ങോട്ട് നോക്കട്ടെ. ഓ ഇത് അടിപൊളി വ്യൂ, ഇത് കൊള്ളാം കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടോ, എന്നാ സെറ്റല്ലേ, പൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഇതുപോലെയൊക്കെ വന്നിരുന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നൊന്ന് എന്താ സംസാരിച്ച് ബഹളം വെച്ചൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെ. പക്ഷേ ബഹളം വെച്ചാലും ഉണ്ടല്ലോ ആ ഒരു ഇതിൻ്റെ ഒരു ഇതങ്ങ് പോവുകയും ചെയ്യും. അത് പറഞ്ഞാൽ ഈ സൈലൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഒരു മരമൊക്കെ ഇങ്ങനെ ചാഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വർഷം മുമ്പ് വരുമ്പോൾ ആ മരം അതുകൂട്ട് തന്നെ ഉണ്ട്. അതുപോലെ ആമ ഇരിക്കുന്നുണ്ട് ഈ കല്ലിൻ്റെ മണ്ടയ്ക്ക്. ഞാനിങ്ങനെ ഇതിൽ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ പാർക്ക് തീരാറ് എൻ്റെ ആയപ്പോഴത്തേക്കിന് അപ്പോഴതിൻ്റെ ശരിക്കുള്ളൊരു ബ്യൂട്ടി വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞു നിങ്ങൾ നോക്കി ഇതുണ്ടോ, ഒരു വെള്ളമൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇത് കറക്റ്റാണ്. പിക്നിക് സ്പോട്ടിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് പിക്നിക് സ്പോട്ട് ഏരിയയിലെ ആ ഏരിയയിലോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവിടെ എൻ്റെ കൂടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അവർ കമ്പൊക്കെ ഇട്ട് തല്ലുമൊക്കെ ചെയ്ത് ചിലപ്പോൾ ഈ ഹലോ കായ്സ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ വടിയിട്ട് തല്ലിയത് വീട്ടിൽ പോടാതെ. എന്തായാലും പിള്ളേർ ഇനി വരുന്നതിന് മുമ്പ് ഞാനങ്ങ് പോവുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ജർമ്മനിയിലെ പുതിയ വ്ളോഗുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.